ഹായ് ഓൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? ഫസ്റ്റ് മോഡ്യൂളിൽ എന്താണ് അൽഗോരിതം, ഏതെങ്കിലും ഒരു പ്രോബ്ലം തന്നാൽ അതിൻ്റെ അൽഗോരിതം എങ്ങനെ എഴുതാം, ആ അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, സ്പേസ് കോംപ്ലക്സിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എന്താണ് ടൈം കോംപ്ലക്സിറ്റി, എന്താണ് സ്പേസ് കോംപ്ലക്സിറ്റി, ദെൻ വാട്ട് ഈസ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ, ത്രീ ടൈപ്പ് ഓഫ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് പറഞ്ഞു, ബിഗ് ഒമേഗ, ബിഗ് തീറ്റ. ദെൻ നമ്മൾ പറഞ്ഞു അടുത്തത് റെക്കറൻസ് റിലേഷനും മാസ്റ്റേഴ്സ് തിയറും അല്ലേ. റെക്കറൻസ് നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഒരു ഇക്വേഷനാണ്, ഇൻഈക്വാലിറ്റി ആണ്. നമ്മളുള്ളൊരു പ്രോബ്ലം ഇൻ ടേംസ് ഓഫ് ഒരു ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എന്തിലാക്കാൻ, ഇക്വേഷൻസിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, റെക്കറൻസ് റിലേഷൻ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിന് 3 മെത്തേഡ് ഉണ്ടെന്നും അതിലൊരു മെത്തേഡും നമ്മൾ പഠിച്ചു, മാസ്റ്റേഴ്സ് മെത്തേഡ്. ദെൻ വാട്ട് ഈസ് മാസ്റ്റേഴ്സ് തിയറം പറഞ്ഞു. റെക്കറൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്യണതെന്ന് പറഞ്ഞു. ദെൻ അത് പറഞ്ഞപ്പോൾ നമ്മളൊരു വേർഡ് പറഞ്ഞിരുന്നു, ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത് എന്ന്, മാസ്റ്റേഴ്സ് തിയറം യൂസ് ചെയ്യണതെന്ന് പറഞ്ഞിരുന്നു. ദെൻ നമുക്ക് മൂവ് ടു ദ സെക്കൻഡ് മൊഡ്യൂൾ. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ ഓൾമോസ്റ്റ് ഡിസ്കസ് അബൌട്ട് ദ ടോപ്പിക് ഡിവൈഡ് ആൻഡ് കോൺകർ ആൻഡ് ഗ്രാഫ് അൽഗോരിതംസ്. എന്താണ് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ്? നോർമലി ഉള്ള പ്രോബ്ലംസ് പോലെയല്ല, ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് കോംപ്ലക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. വാട്ട് ഈസ് ഡിവൈഡ് ആൻഡ് കോൺകർ? Then the divide and conquer algorithm is a problem solving technique used to solve complex problem by dividing them into smaller independent subproblems, solving each subproblem individually and then combining their solution to form the final answer. എന്തേ മനസ്സിലായോ? അല്ലേ? നമുക്ക് നോക്കാം. ഒരു വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്. നമുക്കിങ്ങനെ ഒറ്റയടിക്ക് അതിനെ സോൾവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് ഡിവൈഡ് ചെയ്തിട്ട് സം ഓഫ് ദ സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ആ വലിയൊരു പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്തിട്ട് കുറച്ച് സബ് പ്രോബ്ലംസ് ആക്കി മാറ്റും. എന്നിട്ട് ഈ ഓരോ സബ് പ്രോബ്ലം ഇൻഡിവിജ്വലി സോൾവ് ചെയ്യും. സബ് പ്രോബ്ലം 1, സബ് പ്രോബ്ലം 2, സബ് പ്രോബ്ലം 3, സബ് പ്രോബ്ലം 4 ഉണ്ടെങ്കിൽ ആ ഓരോ സബ് പ്രോബ്ലം സൊല്യൂഷൻ കണ്ടിട്ട് ആ സൊല്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫോം ഓഫ് ദ ഫൈനൽ ആൻസറിനെ ഫോം ചെയ്യും. ഒരു ഫൈനൽ ആൻസറിലേക്ക് അത് ഫോം ചെയ്തിട്ട് എത്തും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയാം. ദെൻ നമുക്ക് നോക്കാം എന്താണ് എന്ന്. ഒരു വലിയൊരു എന്തുണ്ട്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് നമുക്ക് ഒറ്റയടിക്ക് സൊല്യൂഷൻ കാണൽ എന്താണ്, ഭയങ്കര ഡിഫിക്കൽറ്റിയാണ്. അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യും? അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക്. അതായത് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാംസിനെ ഡിവൈഡ് ചെയ്തിട്ട് സം ഓഫ് ദ സബ് പ്രോബ്ലംസ് ആക്കി മാറ്റും. ഓക്കെ, ഇവിടെ സബ് പ്രോബ്ലം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, ഈ ഒരു 4 സബ് പ്രോബ്ലംസിൻ്റെയും സൊല്യൂഷൻ കാണും. അതായത് 1ൻ്റെ സൊല്യൂഷൻ ഇൻഡിവിജ്വലായിട്ട് കാണും, രണ്ടാമത്തെ സബ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണും, ദെൻ മൂന്നാമത്തെ സബ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണും, നാലാമതൊരു സബ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷനും കാണും, ഇനി അഞ്ചാമത്തെ സബ് പ്രോബ്ലം ഉണ്ടെങ്കിലോ അതിൻ്റെ സൊല്യൂഷനും കാണും. എന്നിട്ട് ഈ ഒരു സൊല്യൂഷൻസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് മെർജ് ചെയ്തിട്ട് ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്തും. ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരും, ടു ഫോം ദ ഫൈനൽ സൊല്യൂഷൻ. എങ്ങനെ? ഈ ഒരു സൊല്യൂഷൻ 1ഉം സൊല്യൂഷൻ 2ഉം സൊല്യൂഷൻ 3ഉം സൊല്യൂഷൻ 4ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ മെർജ് ചെയ്തിട്ട് ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരും. ഇതാണ് എന്ത്, ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക്. ഓക്കെ, നമ്മളിനി ഇവിടെ നമ്മൾ പറഞ്ഞു എന്ത്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്, അതിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്താക്കി മാറ്റും, സം ഓഫ് ദ സബ് പ്രോബ്ലംസ് ആക്കി മാറ്റും ഇല്ലേ. ഇനി ഒന്ന് ആലോചിച്ചാൽ, ഈ ഒരു സൊല്യൂഷൻ 1 കൊടുത്തു, ദെൻ സൊല്യൂഷൻ 2 കൊടുത്തു, സൊല്യൂഷൻ 3, സൊല്യൂഷൻ 4, ഇങ്ങനെ ഓരോ സബ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനും നമ്മൾ കണ്ടു ഇല്ലേ. ഓരോ സബ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടപ്പം എന്താക്കണം, ഈ ഒരു സബ് പ്രോബ്ലം, അതായത് ഒരു കോംപ്ലക്സ് പ്രോബ്ലം ഉണ്ട്,
ഓരോന്നിനെ എന്താക്കി സബ് പ്രോബ്ലംസ് ആക്കി ഡിവൈഡ് ചെയ്തു. ഓരോന്നിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കാണുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ആൻഡ് കോൺകർ യൂസ് ചെയ്യുക. പക്ഷേ ഇത് ഇൻഡിവിജ്വലായി കാണാതെ ഈ സബ് പ്രോബ്ലം 1ന് സബ് പ്രോബ്ലം 2ലേക്ക് ഒരു ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ, അതായത് ഈ S1ഉം S2ഉം ഓവർലാപ്പ് ചെയ്തതാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റൂല, ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക് യൂസ് ചെയ്യൂല. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്. അപ്പം നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും, ഡൈനാമിക് പ്രോഗ്രാമിംഗ്. അതായത് സബ് പ്രോബ്ലംസ് തമ്മിൽ ഒരു ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തിനാണ് യൂസ് ചെയ്യുക, ഡൈനാമിക് പ്രോഗ്രാമിംഗ്. അല്ലെങ്കിൽ സബ് പ്രോബ്ലംസൊക്കെ ഇൻഡിവിജ്വലായിട്ട് സോൾവ് ചെയ്യാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക്. ഒരു സ്പെഷ്യൽ കേസാണ് പറഞ്ഞത്. ആ സബ് പ്രോബ്ലം 2ലേക്ക് ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ എല്ലാം യൂസ് ചെയ്യുക, ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ്. ഇനി ഒരു കേസും കൂടിയുണ്ട്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരു 3 സബ് പ്രോബ്ലം ആക്കി വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഒരു സബ് പ്രോബ്ലം, രണ്ടാമതൊരു സബ് പ്രോബ്ലം, മൂന്നാമതൊരു സബ് പ്രോബ്ലം ആക്കി. ഇനി ഫസ്റ്റത്തെ പ്രോബ്ലം നമുക്ക് ഇൻഡിവിജ്വലി അതിൻ്റെ സൊല്യൂഷൻ കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് എന്താക്കാം, എഗെയിൻ ആ 1നെ ഡിവൈഡ് ചെയ്തിട്ട് ആ 1ൻ്റെ സബ് പ്രോബ്ലം ആക്കി മാറ്റാം. 1.1, 1.2 സബ് പ്രോബ്ലംസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നിനും ഇൻഡിവിജ്വലായിട്ട് സൊല്യൂഷൻ കാണാം അല്ലേ. എന്നിട്ട് ഈ സൊല്യൂഷനൊക്കെ എന്താക്കാം, കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്താം. ഇതാണ് എന്ത്, ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്ക്. ഓക്കെ, ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഈസ് പർട്ടിക്കുലർലി എഫക്റ്റീവ് when the sub problem are independent. ഓക്കെ, സബ് പ്രോബ്ലംസ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇതെന്താക്കാം, എഫക്റ്റീവ് ആണ്. അതായത് ഒരു ഓവർലാപ്പിങ്ങും അവിടെ നടക്കുന്നില്ലെങ്കിൽ അത് ഓക്കെ, ഒരു കുഴപ്പമില്ല, നമുക്ക് ഡിവൈഡ് ആൻഡ് കോൺകർ യൂസ് ചെയ്യാം. പക്ഷേ ഇഫ് ദ സബ് പ്രോബ്ലം ഓവർലാപ്പ് വി യൂസ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഇൻസ്റ്റൻറ്റ്. അഥവാ അതെങ്ങാനും ഒരു ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഡൈനാമിക് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം, വർക്കിംഗ് ഓഫ് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ്. നമ്മൾ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഈ ഒരു ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് 3 സ്റ്റെപ്പ് ഉണ്ട്, ഡിവൈഡ്, കോൺകർ ആൻഡ് മെർജ്. എന്താണ് ഡിവൈഡ്? നമ്മൾ പറഞ്ഞു, ബ്രേക്ക് ദ മെയിൻ പ്രോബ്ലം ഇൻ ടു സ്മോൾ സബ് പ്രോബ്ലംസ്. ഒരു വലിയൊരു പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്തിട്ട് സ്മോളർ സബ് പ്രോബ്ലംസ് ആക്കി മാറ്റുക. അതായത് ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഓരോ സ്പെസിഫിക് പാർട്ട് കൊടുക്കുക. ഓരോ സബ് പ്രോബ്ലംസിനും എന്താണ് റെപ്രസെൻ്റ് ചെയ്തത്, സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ഓവറോൾ പ്രോബ്ലം. ഒരു ഓവറോൾ പ്രോബ്ലത്തിൽ ഓരോ സ്പെസിഫിക് പോർഷനാണ് എന്ത്, ഓരോ സബ് പ്രോബ്ലം. ദെൻ കണ്ടിന്യൂ ഡിവൈഡിങ് അൻറ്റിൽ നോ ഫർദർ ഡിവിഷൻ ഈസ് പോസിബിൾ. ഒരു ഡിവിഷനും ഇല്ലാതെ പ്രോബ്ലം കംപ്ലീറ്റ്ലി തീരുന്നത് വരെ നമുക്ക് എന്താക്കാം, അതിനെ സബ് പ്രോബ്ലംസ് ആക്കി മാറ്റാം. ദെൻ നെക്സ്റ്റ് 1 ആണ് കോൺകർ. കോൺകർ മീൻസ് ഓരോ നമ്മൾ സോൾവ് ചെയ്ത ഓരോ സബ് പ്രോബ്ലംസിൻ്റെയും സൊല്യൂഷൻ സോൾവ് ചെയ്യാം. അതായത് സബ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എന്താക്കണം, ഇൻഡിവിജ്വലായിട്ട് സോൾവ് ചെയ്തതിനെതിരാണ് നമ്മൾ കോൺകർ എന്ന് പറയുന്നത്. വെൻ എ സബ് പ്രോബ്ലം ബിക്കം സിമ്പിൾ എനഫ് സോൾവ് ഇറ്റ് ഡയറക്ട്ലി വിത്തൗട്ട് ഫർദർ റിക്കേർഷൻ. നമ്മൾ പറഞ്ഞു ആ സബ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എഗെയിൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ സബ് പ്രോബ്ലത്തിനെ വീണ്ടും എന്താക്കാം, സബ് പ്രോബ്ലംസ് ആക്കി മാറ്റാം. അപ്പോൾ നമ്മൾ പറഞ്ഞു സബ് പ്രോബ്ലം 1 സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അതിനെ എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ട് എന്താക്കാം, സബ് പ്രോബ്ലം 1.1, സബ് പ്രോബ്ലം 1.2 പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന് ഓരോ സൊല്യൂഷനും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അതാണ് എന്ത്, കോൺകർ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡിവൈഡിൽ എന്ത് പറഞ്ഞു, ഒരു സബ് പ്രോബ്ലംസിനെ ഡിവൈഡ് ചെയ്തു, ഒരു മെയിൻ പ്രോബ്ലംസിനെ ഡിവൈഡ് ചെയ്തിട്ട് സബ് പ്രോബ്ലംസ് ആക്കി, അതാണ് ഡിവൈഡ്. ദെൻ കോൺകർ പറഞ്ഞു ഓരോ സബ് പ്രോബ്ലത്തിനും സോൾവ് ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ സോൾവ് ചെയ്തു. ദെൻ 3ാമത്തെ സ്റ്റെപ്പാണ് എന്ത്, മെർജ്. കമ്പൈൻ ദ സൊല്യൂഷൻ ഓഫ് ദ സബ് പ്രോബ്ലം ഇൻ ടു ഫോം ദ ഫൈനൽ സൊല്യൂഷൻ. ഓരോ സബ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടിട്ട് അതിനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്തിച്ചേർന്നു. ഇതാണ് മെർജ്. ദ മെർജിങ് സ്റ്റെപ്പ് മസ്റ്റ് ബി എഫിഷ്യൻറ്റ് ആൻഡ് കറക്റ്റ്ലി ഇൻറ്റിഗ്രേറ്റഡ് സബ് സൊല്യൂഷൻസ്. ഇതാണ് എന്തിൻ്റെ, ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതത്തിൻ്റെ 3 സ്റ്റെപ്പ്. ഫസ്റ്റ് 1 ഡിവൈഡ്, സെക്കൻഡ് 1 കോൺകർ, തേർഡ് 1 മെർജ്. സബ് പ്രോബ്ലംസ് ആക്കി മാറ്റുന്നതാണ് ഡിവൈഡിൽ, സബ് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ കാണുന്നതാണ് കോൺകർ. ദെൻ ആ സൊല്യൂഷൻസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് മെർജ് ചെയ്തിട്ട് ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്തിക്കുന്നതാണ് എന്ത്, മെർജ്.
ഇതാണ് വർക്കിംഗ് ഓഫ് ദ ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക് അൽഗോരിതംസ്. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ്. നമ്മൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയായിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരിക? ഡിവൈഡ് ഇൻ ദ പ്രോബ്ലം, ഒരു മെയിൻ പ്രോബ്ലത്തിന് റിക്കേഴ്സിവ്ലി ഡിവൈഡ് ഇൻ ടു സ്മോളർ സബ് പ്രോബ്ലംസ്. എന്താണ്? ബിക്കം സിമ്പിൾ എനഫ് ടു സോൾവ് ഡയറക്ട്ലി. നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കോംപ്ലക്സ് പ്രോബ്ലത്തിനെ സിമ്പിളായിട്ടുള്ള നമ്മൾ സബ് പ്രോബ്ലംസ് ആക്കി മാറ്റിയാൽ അത് സോൾവ് ചെയ്യാൻ എന്തായിരിക്കും? ഭയങ്കര ഈസി ആയിരിക്കും. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ സെക്കൻഡ് വൺ, ഇൻഡിപെൻഡൻസ് ഓഫ് സബ് പ്രോബ്ലംസ്. നമ്മൾ ഓരോന്നിൻ്റെ സൊല്യൂഷൻ കാണുന്നത് എങ്ങനെയാണ്? ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. ദെൻ മൂന്നാമത്തെ, കോൺകറിങ് ഈച്ച് സബ് പ്രോബ്ലംസ്. ഈച്ച് സബ് പ്രോബ്ലം സോൾവ്ഡ് ഇൻഡിവിജ്വലി ഓഫ്റ്റൻ യൂസിങ് റിക്കേർഷൻ. ദെൻ ഫോർത്ത് വൺ, കമ്പൈനിങ് സൊല്യൂഷൻസ്. The solution of the sub-problem are combining to form the final answer to the original problem. ഇതൊക്കെയാണ് എന്തിൻ്റെ? ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് എക്സാമ്പിൾസ് ഓഫ് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ്. ഈ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസിൻ്റെ തിയറിയാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ എവിടെ വരുമ്പോഴാണ് ഇത് അപ്ലിക്കബിൾ ആവുന്നത്? ഏത് ഒരു അൽഗോരിതം, ഏതൊരു പ്രോഗ്രാം വരുമ്പോഴാണ് നമ്മൾ ഈ ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നത്? അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്, ബൈനറി സെർച്ച്, സ്ട്രാസൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ക്ലോസസ്റ്റ് പെയർ ഓഫ് പോയിന്റ് പ്രോബ്ലംസ്. ഇതൊക്കെ ഈ ഒരു പ്രോബ്ലംസിലൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡിവൈഡ്, കോൺകർ, മെർജ്, ഇങ്ങനെ ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എന്താക്കുന്നത്? സോൾവ് ചെയ്യുന്നത്. ഇതാണ് ഒരു ബേസിക് ഐഡിയ ഓഫ് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ്.